വാർത്തയിലേക്ക് വിശദമായി. എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസ് ഇന്ന് തന്നെ എൻഐഎക്ക് കൈമാറിയേക്കും. നിലവിലെ അന്വേഷണ റിപ്പോർട്ടിലും തെളിവെടുപ്പിനിടെ ലഭിച്ച നിർണായക വിവരങ്ങളും എൻഐഎക്ക് കൈമാറും. കേസിലെ പ്രതി ഷാരൂഖ് സൈഫിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ആക്രമണം നടന്ന എലത്തൂരിലാകും ഷാരൂഖിനെ ആദ്യം തെളിവെടുപ്പിനെത്തിക്കുക. ഷാരൂഖ് ആദ്യം ട്രെയിൻ ഇറങ്ങിയ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പെട്രോൾ പമ്പിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അശ്വിൻ വല്ലത്തുണ്ട് കോഴിക്കോട് നിന്ന്. അശ്വിൻ, ഇന്ന് തന്നെ കേസ് എൻഐഎക്ക് കൈമാറും എന്ന വിവരങ്ങളാണ് വരുന്നത്. ഒപ്പം തന്നെ തെളിവെടുപ്പ് നടപടികളും ഇന്ന് തുടരുമെന്നറിയുന്നു. നേരത്തെ ആദ്യം ഷൊർണൂരിലെത്തിക്കുമെന്നായിരുന്നു വിവരം. പക്ഷേ ഇപ്പോൾ എലത്തൂരിൽ എത്തിക്കും എന്ന വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? രേണുക, ഈ കേസ് എൻഐഎക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകളെല്ലാം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് തന്നെ അന്വേഷണം എൻഐഎക്ക് കൈമാറും എന്നുള്ള നിലയ്ക്കുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് അത് നടപടിക്രമങ്ങൾ പൂർത്തിയായില്ലെങ്കിൽ ഒരുപക്ഷെ നാളെയായിരിക്കും. പക്ഷേ എൻഐഎക്ക് കൈമാറും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഏതാണ്ട് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. അത് ഉടൻ തന്നെ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ റിപ്പോർട്ട് അന്വേഷണ സംഘം ഇതോടൊപ്പം തന്നെ കേസ് കൈമാറുന്നതോടൊപ്പം തന്നെ എൻഐഎ കൈമാറും. ഇതുവരെയുള്ള തെളിവെടുപ്പ്, ചോദ്യം ചെയ്യൽ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടായിരിക്കും കൈമാറുക. ഇന്നലെ കണ്ണൂരിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ തെളിവെടുപ്പ് ആദ്യം ഷൊർണൂരിൽ നടത്തും, അതിനുശേഷം എലത്തൂരിൽ നടത്തും എന്നുള്ള നിലയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നിരുന്ന സൂചനകൾ. പക്ഷേ ഇന്നിപ്പോൾ സമയം ഇത്രയുമായിരിക്കുന്നു. ഇന്ന് ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഉത്തരമേഖല IG നീരജ് ഗുപ്ത അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ മാലൂർ കുന്നിലെ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഷാരൂഖ് സൈഫി ഉള്ളത്. ഇവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഷാരൂഖിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ വെളിപ്പെടുത്തലുകളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇയാൾ നേരത്തെ പറഞ്ഞ മൊഴിയിൽ നിന്ന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, അന്വേഷണ സംഘം നടത്തുന്ന ചോദ്യം ചെയ്യലിൽ ഇയാൾ സഹകരിക്കുന്നില്ല എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള സൂചനകളാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം തെളിവെടുപ്പ് നടത്താം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അന്വേഷണ സംഘം പിന്നോട്ട് പോകുന്നതും ഇന്നലെ തിരക്ക് പിടിച്ച് ഇയാളെ കണ്ണൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതും അതുകൊണ്ടാണ്. ഇന്ന് ബാക്കിയുള്ള തെളിവെടുപ്പ്, അതായത് ഷൊർണൂരിലാണ് ഇനിയുള്ള തെളിവെടുപ്പ് നടക്കേണ്ടത്. പ്രധാനമായും ഷൊർണൂരിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടത്. കാരണം ഇയാൾ ഡൽഹിയിൽ നിന്ന് വന്ന് ഇയാൾ പിന്നീട് ട്രെയിനിൽ ഇറങ്ങുന്നത് ഷൊർണൂരിലാണ്. ഷൊർണൂരിൽ പുലർച്ചെ ഇറങ്ങിയതിനു ശേഷം അയാൾ അവിടെ 14 മണിക്കൂറോളം ഇയാൾ ഷൊർണൂരിൽ ചെലവഴിക്കുന്നുണ്ട്. മാത്രമല്ല, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള പെട്രോൾ പമ്പിൽ പോയാണ് ഇയാൾ 3 കുപ്പികളിലായി 4 ലിറ്റർ പെട്രോൾ വാങ്ങിക്കുന്നത്. അങ്ങനെ പക്ഷേ ഈ വിവരങ്ങളൊന്നും ഷാരൂഖിന്റെ പക്കൽ നിന്നല്ല അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഷാരൂഖ് സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ നൽകിയ മൊഴിയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഷാരൂഖ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുന്നത്. കേരളത്തിലെ ഏതൊരു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പെട്രോൾ വാങ്ങി എന്നത് മാത്രമായിരുന്നു ഷാരൂഖ് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്ന മൊഴി. പക്ഷേ പിന്നീട് ഇയാൾ ഷൊർണൂരിലാണ് ഇറങ്ങിയത് എന്ന് വ്യക്തമാവുന്നു. മാത്രമല്ല, പെട്രോൾ പമ്പിൽ നിന്നും അതേപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നു. പക്ഷേ ഇനിയും വ്യക്തമാവേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ ഷൊർണൂരിൽ ഇയാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചു, അവിടെ ചില സ്ഥലങ്ങളിൽ ഇയാൾ സന്ദർശനം നടത്തിയെന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ആരുടെയെങ്കിലുമൊക്കെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഇയാൾ ഇതുവരെ തുറന്ന് സംസാരിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയോ ഇയാൾ ഇതുവരെയും അന്വേഷണ സംഘത്തെ നൽകിയിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ ഇയാളെ ഷൊർണൂരിലേക്ക് കൊണ്ടുപോയേക്കും. മാത്രമല്ല, എലത്തൂരിൽ ഈ ആക്രമണം നടന്ന എലത്തൂരിൽ ഇയാളെ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അവിടെ വെച്ചാണ് ഷാരൂഖിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളെല്ലാം അന്വേഷണ സംഘത്തെ ലഭിച്ചത്. അവിടെ എലത്തൂർ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുള്ള അതിന്റെ പ്ലാറ്റ്ഫോമിനോട് അടുത്തുള്ള ട്രാക്കിൽ വെച്ചാണ് ഇയാളുടെ ബാഗ് അന്വേഷണ സംഘത്തെ ലഭിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എലത്തൂരിലും തെളിവെടുപ്പുണ്ടാവും. ആദ്യം എലത്തൂരിലാണോ ഷൊർണൂരിലാണോ തെളിവെടുപ്പുണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത മാത്രമേ ഇനി വരാനുള്ളൂ. എന്തായാലും ഇന്ന് തെളിവെടുപ്പുണ്ടാവും. മാത്രമല്ല, ഇന്ന് NIA സംഘം കേരളത്തിൽ നിലവിൽ തന്നെയുണ്ട്. അവർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവരുടേതായ തരത്തിൽ സമാന്തരമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ NIA സംഘത്തിന് ഈ അന്വേഷണം കൈമാറാനുള്ള മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം ഇന്ന് തന്നെ പൂർത്തിയാക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ അന്വേഷണം കൈമാറുന്നതോടൊപ്പം ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കൂടി അന്വേഷണ സംഘം NIAക്ക് കൈമാറും. ശരി, തുടരുക അശ്വിൻ. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, അശ്വിൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ NIAക്ക് കേസ് കൈമാറാനുള്ള സാധ്യതകളെ കുറിച്ചാണ്. ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് തന്നെ കേസ് കൈമാറുമെന്നറിയുന്നു. നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഈ കേസ് NIA ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യവും കേന്ദ്ര ഏജൻസികളുടെ ഈ കേസിനോടുള്ള സമീപനവും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡാനിന് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമോ? NIA കേസ് ഏറ്റെടുക്കുമോ?
രേണുക, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ട ചർച്ചകളെല്ലാം പൂർത്തിയായിരുന്നു. അവിടെ ADGP MR അജിത് കുമാറിനെ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം തലസ്ഥാനത്ത് തിരികെ എത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തി ഈ കാര്യങ്ങൾ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അടക്കം കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇനി അങ്ങോട്ട് ഈ കേസിന്റെ തുടരന്വേഷണം മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ അത് ഷഹീൻ ബാഗിലേക്ക് അടക്കം അന്വേഷണം കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമായി വരും. ആ ഒരു ഘട്ടത്തിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വളരെ വലുതായിരിക്കും. ആ കാര്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസിന്റെ ഭീകരവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം അത് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറുക എന്നൊരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘ തലവൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നതെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളൊക്കെ പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ കേസിന്റെ അന്വേഷണം NIAക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മറ്റ് നടപടികളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ ഈ തെളിവെടുപ്പ് ഒരുപക്ഷെ ഷൊർണൂരിൽ ആയിരിക്കുമെന്ന സൂചനകൾ അത് ATSന്റെ അടക്കം ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. NIA ഉദ്യോഗസ്ഥരും അത്തരത്തിലുള്ള വിവരങ്ങളാണ് കൈമാറുന്നത്. ഒരുപക്ഷെ ഇന്ന് ഷൊർണൂരിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇന്നലത്തേതുപോലെ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഈ മാലൂർക്ക് നെയ്യർ ക്യാമ്പിൽ നിന്ന് ഷാരൂഖ് ഷെയ്ഫിയുമായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം പുറത്തേക്ക് വരിക. അതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷൊർണൂരിൽ മറ്റ് നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ന് ഇത്തരമൊരു ഉത്തരവിറങ്ങിയാൽ എന്തുകൊണ്ട് ഈ കേസ് NIAക്ക് വിടണം എന്ന സാഹചര്യം കൂടി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക? തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പക്ഷേ ഇപ്പോഴും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകൾ തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയതായി നമുക്ക് വിവരമില്ല. പക്ഷേ ഒരുപാട് ദുരൂഹതകൾ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കേസ് NIAക്ക് കൈമാറുമ്പോൾ ആ കേസ് കൈമാറേണ്ടുന്ന സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കുമോ അന്വേഷണ സംഘം? രേണുക, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കേസിൽ അതായത് ഭീകരവാദ ബന്ധം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘമെങ്കിലും ആ സാധ്യത അവർ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം ദിവസമായി നീണ്ട ചോദ്യം ചെയ്യൽ 6 ദിവസം പിന്നിട്ടു. പക്ഷേ കേസിൽ ഒരു ലീഡ് ചെയ്യപ്പെടുന്ന തരത്തിൽ കേസിന്റെ ഗതി മാറ്റുന്ന തരത്തിലുള്ള നിർണായകമായ വിവരങ്ങളൊന്നും പ്രതിയുടെ പക്കൽ നിന്ന് ചോദിച്ചറിയാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ എലത്തൂർ റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയ ബാഗിൽ നിന്നടക്കം കണ്ടെത്തിയ വസ്തുക്കൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൃത്യമായി വിധേയമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയ വിവരങ്ങൾ അടക്കം വെച്ചുകൊണ്ടാണ് വീണ്ടും കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിലൊന്നും ഈ കേസിൽ വെളിച്ചം വീശുന്ന വിധത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലുള്ള സൂചനകളൊന്നും മൊഴികളിൽ ഉണ്ടായിരുന്നില്ല എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമുക്ക് ആദ്യഘട്ടം മുതൽ ഈ കേസിന്റെ കൃത്യമായ നാൾവഴികൾ പരിശോധിച്ചാൽ ഈ രത്നഗിരിയിൽ ഈ പ്രതി ഉണ്ട് എന്ന് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം ലഭിക്കുകയും ആ വിവരം മഹാരാഷ്ട്ര ATSന് കൈമാറുകയും ATSന്റെ വളരെ സാഹസികമായ നിർണായകമായ ഇടപെടലിലൂടെ രത്നഗിരിയിൽ നിന്ന് ഇയാളെ പിടികൂടി പിന്നീട് കേരള പോലീസിന് കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. ആ ഘട്ടത്തിൽ തന്നെ മഹാരാഷ്ട്ര ATSും NIAയും കൃത്യമായി കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ച സൂചനകൾ കൈമാറിയിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിവരം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാകും കേസിന്റെ തുടരന്വേഷണം നടത്തുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ആകുന്നതാകും ഉചിതമെന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് UAPA ചുമത്തിക്കൊണ്ടായിരിക്കുമോ ഈ കേസ് NIAക്ക് കൈമാറുക, അതോ പൂർണ്ണമായി കേസിന്റെ തുടർ നടപടികൾ NIAക്ക് കൈമാറുക? ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും. തീർച്ചയായും ഇന്ന് ഷൊർണൂരിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിലും ലഭിക്കുന്നത്. ഷൊർണൂരിൽ രാവിലെ പുലർച്ചെ എത്തിയ തീവണ്ടിയിലാണ് ഷാരൂഖ് സൈഫി എത്തുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രവുമല്ല അവിടെ നിന്നാണ് പെട്രോൾ വാങ്ങിയത്. ആ പെട്രോൾ പമ്പിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അശ്വിൻ വെല്ലത്ത് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, പോലീസ് ക്ലബ്ബിൽ ഇപ്പോഴും ചോദ്യം ചെയ്യലുകൾ തുടരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഇന്നലെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ കൊണ്ടുവന്ന് തെളിവെടുപ്പൊക്കെ നടത്തി. ഇന്നലെ ശേഖരിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോഴും ഷാരൂഖ് സൈഫി വിവരങ്ങൾ കൈമാറുന്നില്ല, ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണോ മനസ്സിലാകുന്നത്? അന്വേഷണ സംഘം
ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമുണ്ടോ? നിരവധിയായ സംശയങ്ങൾ, അത് തുടക്കം മുതൽ ഈ ആക്രമണം നടന്ന അന്ന് മുതൽ ഉയരുന്ന നിരവധിയായ സംശയങ്ങളുണ്ട്. ഷാരൂഖ് സൈഫി പിടിയിലായതിനു ശേഷവും എങ്ങനെ ഇയാൾ രത്നഗിരിയിലെത്തി, എങ്ങനെ ആക്രമണം നടന്ന അതേ ട്രെയിനിൽ കണ്ണൂർ വരെ എത്തുന്നു, വലിയ തിരച്ചിൽ നടക്കുമ്പോൾ എങ്ങനെ കണ്ണൂരിൽ പിന്നീടും സമയം ചെലവഴിക്കുന്നു, അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു തുടങ്ങി നിരവധി സംശയങ്ങളുണ്ട്. ഒന്നിനു പോലും മറുപടി കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്നതാണ്. രേണുക, ചോദ്യം ചെയ്യൽ 6 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെയും ഇയാളിൽ നിന്ന് നിർണായകമാവാവുന്ന, വഴിത്തിരിവാവുന്ന യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കത്തിൽ ലഭിച്ച മൊഴി ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇയാൾ യാതൊരു വ്യക്തതയും വരുത്തുന്നില്ല. ആരെങ്കിലും സഹായിച്ചോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു, ഇങ്ങനെ ഒരു ആക്രമണം എന്തിനു നടത്തി, എന്തുകൊണ്ട് കോഴിക്കോട്ടെത്തി, എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ എന്തിന് ആക്രമണം നടത്തി, ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. ഇത് പല രീതിയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഇതിനൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടിയും ഷാരൂഖ് സൈഫിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. മാത്രമല്ല, പലപ്പോഴും ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം പിന്നിടുമ്പോഴൊക്കെയും ഇയാൾ പറയുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഈ ചോദ്യം ചെയ്യലുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് തുടങ്ങിയ ആവർത്തിച്ചുള്ള മറുപടികൾ വരുന്നു. അങ്ങനെയാണ് അന്വേഷണ സംഘം ഇയാളെ മെഡിക്കൽ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത്. 2 തവണ ഇയാളുടെ പരിശോധന കഴിഞ്ഞു. പക്ഷേ ഈ 2 തവണ ഇയാളെ പരിശോധിച്ചിട്ടും ഇയാൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കണ്ടെത്തലാണ് മെഡിക്കൽ സംഘം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ നിന്ന് വരെ ഇയാൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാവുന്ന തരത്തിൽ അങ്ങനെ പരിശീലനം ലഭിച്ച ഒരാളാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് ഇത്രയും ദിവസത്തെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ തന്നെ വഴിത്തിരിവുണ്ടാക്കിയ ഉന്നത ഉദ്യോഗസ്ഥരടക്കം മാറി മാറി ചോദ്യം ചെയ്തിട്ടും ഇയാളിൽ നിന്ന് നിർണായകമായേക്കാവുന്ന യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തെ ഈ ഘട്ടത്തിലും കുഴക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിക്കാതെ തന്നെ ഇന്നലെ ഇയാളെ കണ്ണൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതും ഇന്നിപ്പോൾ മറ്റു തെളിവെടുപ്പുകൾ ഷൊർണൂരിലും എലത്തൂരിലുമുള്ള തെളിവെടുപ്പ് എത്രയും വേഗം പൂർത്തിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നത്. കാരണം ഈ രൂപത്തിൽ ചോദ്യം ചെയ്യൽ മുന്നോട്ടേക്ക് പോയതുകൊണ്ട് കാര്യമില്ല എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. മാത്രമല്ല, ഇയാളിൽ നിന്ന് അത്തരത്തിലുള്ള പുതിയ വിവരങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. അതിന്റെ സൂചനയാണ് കഴിഞ്ഞ 2 ദിവസമായി സാധാരണഗതിയിൽ അന്വേഷണ സംഘം വൈകുന്നേരം നടത്താറുള്ള ബ്രീഫിംഗ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്നില്ല. അതിന് കാരണം പുതിയ വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് പങ്കുവെക്കാനില്ല, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് പുതിയ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. അങ്ങനെ ഈ അന്വേഷണം ഇയാളുടെ വിശദമായ മൊഴിയില്ലാതെ, വിശദമായ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യം എങ്ങനെ നടത്തി എന്നത് സംബന്ധിച്ചുള്ള ഇയാളുടെ വ്യക്തമായിട്ടുള്ള മൊഴിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരങ്ങളോ ഇല്ലാതെ മുന്നോട്ടേക്ക് പോവില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. ഇനി പൂർത്തിയാക്കാനുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല, ഈ ഫോറൻസിക് തെളിവുകളുടെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇയാളുടെ മറ്റു കാര്യങ്ങൾ, ഇയാൾക്കുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഉൾപ്പെടെയുള്ള വിവരശേഖരണമുണ്ട്. അത് നടത്തുന്നതിന് വേണ്ടി ഒരു സംഘം, അന്വേഷണ സംഘത്തിന്റെ തന്നെ മറ്റൊരു വിഭാഗം ഡൽഹിയിൽ തുടരുന്നുണ്ട്. അവർ ഷാരൂഖുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടുന്നുണ്ട്. ഷാരൂഖിന്റെ സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ ഷാരൂഖ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരൊക്കെ ആയിട്ടാണ് ബന്ധപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പല തലത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും NIAക്ക് സമർപ്പിക്കുക. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് തെളിവുകളുടെ ഒരു അനാലിസിസ്, അതേപോലെ തന്നെ ഇയാളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, മറ്റ് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, ഇവയൊക്കെ തന്നെ ചേർത്തുകൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് അന്വേഷണ സംഘം NIAക്ക് കൈമാറും. പക്ഷേ ഇതിൽ വഴിത്തിരിവായേക്കാവുന്ന മറ്റു കാരണങ്ങൾ, ഇയാൾ എന്തുകൊണ്ട് ഈ കൃത്യത്തിൽ ഏർപ്പെട്ടു, മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഇതുവരെയും അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇന്ന് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസം തന്നെയാകും എന്നാണ് അശ്വിൻ വെള്ളത്തും ഡാൻ കുര്യനും റിപ്പോർട്ട് ചെയ്യുന്നത്. കേസ് അന്വേഷണം ഇന്ന് NIAക്ക് കൈമാറിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടാകും എന്ന് ഡാനും ഒപ്പം തന്നെ അശ്വിനും റിപ്പോർട്ട് ചെയ്തു. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിൽ മാധ്യമങ്ങൾക്ക് നിയമസഭാ സെക്രട്ടറിയുടെ നോട്ടീസ്. അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്ന് കാട്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകിയില്ലെങ്കിൽ നിയമസഭാ പാസ് ഉൾപ്പെടെ റദ്ദാക്കും എന്നാണ് ഭീഷണി. ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും ഒക്കെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെയൊക്കെ ഒഴിവാക്കി. പ്രതിപക്ഷ MLA-മാർക്കും മാധ്യമങ്ങൾക്കുമാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. VV അരുൺ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഭരണപക്ഷത്തെ എല്ലാവരെയും ഒഴിവാക്കിയിട്ടുണ്ട്, മാധ്യമങ്ങൾക്കുൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുന്നു.
പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സഭയിൽ കാണിക്കുമ്പോൾ സഭാ TV അത് ചിത്രീകരിച്ചിരുന്നില്ല. അത് ചിത്രീകരിക്കുന്നതിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കിയത് വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നീക്കവും ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുമ്പിൽ നടന്ന സംഘർഷങ്ങളുടെ പേരിലാണ് ഇപ്പോൾ നോട്ടീസ്. ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കാണ് നിയമസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് വന്നിരിക്കുന്നത്. നിരോധിത മേഖലയിൽ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് ആരോപണം. നമുക്കറിയാം അത് സംഭവങ്ങൾ നിയമസഭയിൽ സ്പീക്കറുടെ ചേംബറിൽ നടന്ന സംഘർഷം അത് അവിടെ മാധ്യമങ്ങൾ മാത്രമല്ല നിയമസഭയിലെ MLA-മാരുടെ, അതായത് ഭരണപക്ഷ പ്രതിപക്ഷ MLA-മാരുടെ സ്റ്റാഫംഗങ്ങൾ, മന്ത്രിമാരുടെ സ്റ്റാഫുകളൊക്കെ ആ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രതിപക്ഷ MLA-മാരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. MLA-മാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. നിങ്ങളുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാർ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു. ഇത് 15 ദിവസത്തിനകം മറുപടി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയത്. ഇപ്പോൾ അതിനുശേഷം മാധ്യമങ്ങൾക്കും ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ പകർത്തിയത് അനുവാദമില്ലാതെയാണ്. 15 ദിവസത്തിനകം മറുപടി നൽകിയില്ലെങ്കിൽ അത് കുറ്റസമ്മതമായി കണ്ടുകൊണ്ട് നിയമസഭാ റിപ്പോർട്ടിംഗ് പാസ് റദ്ദ് ചെയ്യുമെന്ന ഭീഷണി സഹിതമാണ് നിയമസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് വന്നിട്ടുള്ളത്. നമുക്കറിയാം സാധാരണഗതിയിൽ നിയമസഭയിൽ ഇത്തരം സംഘർഷങ്ങൾ സഭയ്ക്കകത്തായാലും പുറത്തായാലും മാധ്യമങ്ങൾക്ക് ചിത്രീകരിക്കാൻ ഇപ്പോൾ നിലവിൽ അവസരമില്ല. സഭയ്ക്കുള്ളിൽ പോലും സഭാ TV ഭരണപക്ഷത്തിൻ്റെ മാത്രം ഒരു ഔദ്യോഗിക മാധ്യമമായി മാറുന്ന സാഹചര്യമുണ്ട്. സഭയ്ക്ക് പുറത്ത് ഇത്തരം സംഘർഷമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത് ആദ്യമായല്ല, കാലാകാലങ്ങളിൽ എല്ലാ അവിടെ കൂടുന്നവർ ഒരുപക്ഷെ നിയമസഭയിലെ സ്റ്റാഫുകളടക്കം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാറുണ്ട്. ഇപ്പോൾ പ്രതികാര നടപടി എന്ന വണ്ണമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ ഈ നോട്ടീസ് സ്പീക്കറുടെ ഓഫീസ് നൽകിയിരിക്കുന്നത്. 15/3/2022 സ്പീക്കറുടെ ഓഫീസ് ചേംബറിന് പുറത്ത് നടന്ന സംഘർഷം ദൃശ്യങ്ങൾ പകർത്തി സംബന്ധിച്ചാണ് നോട്ടീസ്. ഈ 15 ദിവസത്തിനകം നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം നിയമസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കണം. അല്ലാത്ത പക്ഷം ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ബോധിപ്പിക്കാനില്ലാത്ത നിഗമനത്തിൽ എത്തിച്ചേരും. നിയമസഭാ സെക്രട്ടറിയുടെ വിതരണം ചെയ്ത പാസ് റദ്ദ് ചെയ്ത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഭീഷണിയും മുന്നറിയിപ്പുമാണ് നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് അണ്ടർ തീർച്ചയായും അതൊരു ഭീഷണിയായി തന്നെ കാണണം. മാധ്യമങ്ങളെ അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഭീഷണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ തന്നെ ഇത്തരം സമീപനങ്ങൾ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നതാണ്. സഭയിൽ തന്നെ സഭാ TV ഉൾപ്പെടെയുള്ളവ മാധ്യമങ്ങളുടെ വിലക്ക് നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് കാലത്തുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കാത്തത് വിവാദമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സഭാ TV പ്രതിപക്ഷ പ്രതിഷേധം കാണിക്കാത്ത ഒരു സമീപനം സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇനി ഈ നോട്ടീസും വലിയ വിവാദം തന്നെ ആകാനാണോ സാധ്യത? മാധ്യമങ്ങൾ കൂട്ടായ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ടോ? രേണുക, ഇത്തരമൊരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മുഴുവൻ പേർക്കും നോട്ടീസ്, അത് ഭരണ പ്രതിപക്ഷ മാധ്യമ ഭേദമില്ലാതെ നൽകണം എന്നുള്ളതാണ് ഒരു സാമാന്യ നീതി, സാമാന്യ മര്യാദ. പക്ഷേ ഈ നിയമസഭാ സെക്രട്ടറി നോട്ടീസ് അത് പാലിക്കപ്പെടുന്നില്ല. ഭരണപക്ഷത്തെ MLA-മാർ, അവരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ, അതുപോലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എന്നിവർ ഒക്കെ തന്നെ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ അവിടെ ചിത്രീകരിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും നോട്ടീസില്ല. പ്രതിപക്ഷത്തെ ഏതാനും MLA-മാർക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്കുമാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നിയമസഭാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് ഭരണപക്ഷത്തിൻ്റെ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ ഈ നിലപാടിലും കാണാം. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ MLA-മാരായ M. വിൻസെന്റ്, T. സിദ്ദിഖ്, KK രമ, MK മുനീർ, AP അനിൽകുമാർ, PK ബഷീർ, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നീ MLA-മാരുടെ PA-മാർക്ക് നോട്ടീസ് നൽകിയിരുന്നത്. 7 പ്രതിപക്ഷ MLA-മാരുടെ PA-മാർക്കാണ് അത്തരത്തിൽ നോട്ടീസ് നൽകിയത്. അന്നും ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഭരണപക്ഷത്തെ MLA-മാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എന്നിവരെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇത്തരമൊരു നോട്ടീസ്. ഭരണപക്ഷത്തിന് സഭയ്ക്കുള്ളിൽ എന്തുമാകാം, എന്നാൽ അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത പോലും ഉണ്ടാകുമ്പോൾ പോലും MLA-മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ പോയിരുന്നു. പ്രതിപക്ഷ MLA-മാർ സ്പീക്കറുടെ ചേംബർ ഉപരോധിക്കുമ്പോൾ ഭരണപക്ഷ MLA-മാർ അവരെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങി. അതൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സ്വാഭാവികമായി അവിടെയുള്ള ദൃശ്യങ്ങൾ അവിടെ കൂടിയിരുന്നവർ ഒട്ടുമിക്ക പേരും എടുത്തത്. ആ ദൃശ്യങ്ങൾ എടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് ചില മാധ്യമങ്ങൾക്കും ന്യൂസ് 18 ഉൾപ്പെടുന്ന മാധ്യമങ്ങൾക്കും പ്രതിപക്ഷ MLA-മാർക്കും മാത്രം ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരി, PV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ മറവിൽ ഭൂമി കച്ചവടമെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തല. പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി താൻ നൽകിയ കത്തിന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്നു. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നത് വ്യക്തമല്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ അടിമുടി ദുരൂഹതയും അഴിമതിയുമാണെന്നും ചെന്നിത്തല ആരോപിച്ചു. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ മറവിൽ സംസ്ഥാന സർക്കാരിന്റെ ഭൂമികൾ തട്ടിയെടുക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു പത്രസമ്മേളനമാണ് ഞാൻ പാലക്കാട്ട് ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയത്. അതിലൂടെ ഞാൻ 10 ചോദ്യങ്ങൾ ഗവൺമെന്റിനോടും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടും ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി മുഖ്യമന്ത്രി എന്റെ തുറന്ന കത്തിനും 10 ചോദ്യങ്ങൾക്കുമായി വളരെ വിശദമായ ഒരു മറുപടി എനിക്ക് നൽകിയുണ്ടായി. ഭൂമി കച്ചവടത്തിന്റെ നിഗൂഢമായ വഴികൾ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ശ്രീ പിണറായി വിജയൻ എനിക്ക് നൽകിയ തുറന്ന കത്തിൽ നൽകിയ മറുപടിയിലൂടെ അംഗീകരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ഈ വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ മറവിൽ ഭൂമി കച്ചവടം, ഭൂമി തട്ടിപ്പ് എന്ന ഒരു ആരോപണം രമേശ് ചെന്നിത്തല വളരെ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയ മറുപടി അത് ഈ ഭൂമി തട്ടിയെടുക്കുന്നു എന്ന കാര്യം, തന്റെ ആരോപണം സ്ഥിരീകരിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്തൊക്കെയാണ് വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത്? പ്രധാനമായി ഭൂമി കച്ചവടം എന്നുള്ള ആരോപണം അത് മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് മറുപടി കത്തിൽ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതായത് ഇപ്പോൾ ഓഖിൽ എന്ന കമ്പനി രൂപീകരിക്കുകയും അതിൽ 100% ഓഹരി പങ്കാളിത്തം ഈ ഓഖിൽ എന്ന കമ്പനിക്കായിരിക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി മറുപടിയിൽ പറയുന്നത്. പക്ഷെ ഉത്തരവിൽ അങ്ങനെയല്ല. ഉത്തരവിൽ 51% ഓഹരി പങ്കാളിത്തം മാത്രമേ ഓഖിൽ എന്ന കമ്പനിക്കുള്ളൂ എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അതുകൂടാതെ ഈ കമ്പനിക്ക് കീഴിൽ ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ, ഭൂമി അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി ഉപയോഗിച്ച് ലോൺ എടുക്കാനുള്ള അനുവാദം ഇവർക്ക് നൽകുന്നു. അതായത് ചേർത്തലയിലും മഞ്ചേശ്വരത്തുമാണ് 2 വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള കരാറാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഈ 2 സ്ഥലത്തും ഈ രീതിയിൽ അവർ കോടികൾ വില വരുന്ന ഭൂമി ബാങ്കുകളിൽ പണയം വെച്ച് ലോൺ എടുക്കാനുള്ള അനുമതി ഈ കമ്പനികൾക്ക് നൽകിയിരിക്കുന്നു. കൂടാതെ ഓഖിൽ എന്ന കമ്പനിക്ക് കീഴിൽ ഒരു ഉപകമ്പനി രൂപീകരിച്ച് അതിൽ 70%-ലധികം പ്രവാസി വ്യവസായികൾക്ക് പങ്കാളിത്തമുള്ള രീതിയിലാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളും സർക്കാർ വകുപ്പുകളുമെല്ലാം ഇതിനെതിരെ ഇത് നടത്താൻ പാടില്ല എന്നുള്ള കുറിപ്പ് എഴുതിയിട്ടും ഇത്തരത്തിൽ മന്ത്രിസഭയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് നടത്തുകയാണുണ്ടായത്. അതുകൂടാതെ ഭൂമിയുടെ ന്യായവില 7 കോടിയിലധികമാണ് മഞ്ചേശ്വരത്തിന്റെ ഭൂമിയുടെ ന്യായവില. എന്നാൽ മന്ത്രിസഭ ഇടപെട്ട് അതിന്റെ ന്യായവില 5,07,00,000 കുറച്ചു നൽകിയെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അതിലും അഴിമതിയുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. കൂടാതെ കമ്പനിയിലെ MD ആയി ഓഖിൽ കമ്പനിയുടെ MD നിയമിച്ചതിൽ ദുരൂഹതയുണ്ട്. അതൊരു പത്രപരസ്യം പോലും നൽകാതെ സ്വന്തം നിലയിൽ സർക്കാർ MD നിയമിക്കാനുണ്ടായത് അതിൽ അഴിമതിയുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറയുന്നു. എന്തായാലും എല്ലാ ജില്ലകളിലും സമാനമായ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് സർക്കാർ നീക്കം. എന്നാൽ ഇതിലൂടെ വലിയൊരു ഭൂമി കച്ചവടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആക്ഷൻ കമ്മിറ്റി തന്നെ ആ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു. അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെ അന്വേഷണത്തിന്റെ പുരോഗതി അത് മന്ദഗതിയിലാണ് അന്വേഷണം എന്ന് ആരോപിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി, ആക്ഷൻ കൌൺസിൽ വലിയൊരു പ്രതിഷേധം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും ഷാഫിയുടെ വീഡിയോ സന്ദേശം ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സൗദി രാജകുടുംബത്തിന്റെ നിന്ന് പറയുന്ന 325 കിലോ, ഏകദേശം 80 കോടി രൂപ വിലമതിക്കുന്ന, ഷാഫി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്, 80 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് താനും സഹോദരനും ഉൾപ്പെടുന്ന സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ആളുകളെ സൗദി പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ സൗദി പോലീസ് നടത്തുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സൗദി രാജകുടുംബത്തിന്റെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകൾ
ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് തലശ്ശേരിയിലെ താമരശ്ശേരിയിലെ പ്രവാസിയായിട്ടുള്ള ഷാഫി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ചുള്ള ഇപ്പോഴും സൂചനകളില്ല. എന്തായാലും കൊട്ടേഷൻ സംഘമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ സന്ദേശത്തിൽ ഷാഫി തന്നെ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയിട്ട് കാര്യമില്ല, കാരണം താൻ ഈ ഇവർക്ക് സ്വർണത്തിന്റെ വിഹിതം ഇവർക്ക് കൊടുത്താൽ മാത്രമേ തന്നെ മോചിപ്പിക്കൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഷാഫി ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കാരണം നേരത്തെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ കേരളത്തിൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് കാസർഗോഡ് സിദ്ദിഖ് എന്ന യുവാവിനെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. അത്തരം പല ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഷാഫി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഒളി സങ്കേതത്തിലാണ് ഷാഫിയുള്ളത്, അജ്ഞാത കേന്ദ്രത്തിലാണ് ഷാഫിയുള്ളത്. എന്തായാലും ഷാഫി എവിടെയെന്ന് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും ഈ സംഘം വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഷാഫി തങ്ങളുടെ കൈവശമുണ്ട്, തങ്ങളുടെ പക്കലുണ്ട്. അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് അവർ ന്യൂസ് 18 നൽകിയിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിന് 2 മാനങ്ങളുണ്ട്. ഒന്ന് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, മറ്റൊന്ന് ഈ സ്വർണം കവർച്ച കേസ്. അതായത് സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം തട്ടിയെടുത്തത് ഷാഫിയും സഹോദരനും ഉൾപ്പെടുന്ന സംഘമാണെന്ന് ഷാഫി വെളിപ്പെടുത്തുകയും കൂടിയാണ് ന്യൂസ് 18നോട്. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടവും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമോ അതല്ലെങ്കിൽ ജാഥ നടത്തിയിട്ട് ഇതിൽ കാര്യമില്ല. ഇത് നമ്മൾ ചെയ്ത സംഗതിക്ക് ഇവര് പൈസ ഇവർക്ക് കൊടുത്താൽ മാത്രമേ കാര്യം സെറ്റാവുള്ളൂ. അതിന്റെ പേരിലാണ് എൻ്റെ ഇവിടെ ന്യൂസ് റൂം ലൈവ് തുടരുന്നു. താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസിയായ ഷാഫിയുടെ വീഡിയോ സന്ദേശം ന്യൂസ് 18. തന്നെ തട്ടിക്കൊണ്ടുപോയത് മോഷ്ടിച്ച സ്വർണം തിരികെ കിട്ടാനെന്ന് ഷാഫി. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തിയത് താനും സഹോദരനുമെന്ന് ഷാഫി പറയുന്നു. മോഷ്ടിച്ച സ്വർണത്തിന് ഏകദേശം 80 കോടിയോളം വില മതിക്കും. മോഷ്ടിച്ച സ്വർണത്തിന്റെ വിഹിതം വേണമെന്നാണ് സംഘം ആവശ്യപ്പെടുന്നതെന്നും ഷാഫി അജ്ഞാത സംഘത്തിന്റെ തടങ്കലിൽ വെച്ച് പകർത്തിയ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. വീഡിയോ സന്ദേശം ന്യൂസ് 18 പുറത്തുവിട്ടു. സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിന്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിയുള്ള വിവരങ്ങളും എല്ലാം കൂടെ ഇവരെടുത്ത് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ കേസും കൂട്ടവും പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളും ആവും. പിന്നെ ഒന്നും അങ്ങോട്ടോ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിലീസാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനമോ അതല്ലെങ്കിൽ ജാഥ നടത്തിയിട്ട് ഇതിൽ കാര്യമില്ല. ഇത് നമ്മൾ ചെയ്ത സംഗതിക്ക് ഇവര് പൈസ ഇവർക്ക് കൊടുത്താൽ മാത്രമേ കാര്യം സെറ്റാവുള്ളൂ. അതിന്റെ പേരിലാണ് ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ടോം ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ടോം, ഷാഫിയെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്നോ എവിടെയെന്നോ ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കാതിരിക്കുന്ന സമയത്താണ് ന്യൂസ് 18 വളരെ നിർണായകമാകാവുന്ന ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. അജ്ഞാത കേന്ദ്രത്തിൽ
നിന്ന് പകർത്തിയ വീഡിയോ ആണ് ന്യൂസ് 18 ലഭിക്കുകയും നമ്മളത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തത്. ആദ്യം ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരെ സമീപിക്കുമ്പോൾ തങ്ങൾക്ക് ഈ വിവരമില്ല, അന്വേഷിക്കട്ടെ, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. കേസിൽ എത്രമാത്രം നിർണായകമാകും ഈ വീഡിയോ എന്നാണ് മനസ്സിലാകുന്നത്. ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? രേണുക, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് താമരശ്ശേരിയിലെ വീട്ടിൽ നിന്നും ഷാഫിയെയും ഭാര്യയെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് ഷാഫിയുടെ ഭാര്യയെ റോഡിൽ ഉപേക്ഷിച്ച ശേഷം ഷാഫിയുമായി കടന്നു കളയുകയായിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി ഉത്തരമേഖല DIGയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഷാഫിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. എന്നാൽ യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. അതിനിടെയാണ് ന്യൂസ് 18 ഇന്ന് ഈ നിർണായകമായിട്ടുള്ള വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് അവകാശപ്പെടുന്ന സംഘം ഞാനുമായി ഫോണിൽ ബന്ധപ്പെടുന്നത്. അതിനുശേഷം അവർ സൗദിയിൽ നിന്ന് ഒരു വിദേശ നമ്പറിലാണ് അവർ ബന്ധപ്പെടുന്നത്. ഷാഫി തങ്ങളുടെ പക്കലുണ്ട്. 325 കോടി രൂപയുടെ സൗദി രാജകുടുംബത്തിൻ്റെ സ്വർണം, 325 കിലോ സ്വർണം, അത് 80 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം ഷാഫി സഹോദരനും ചേർന്ന് കടത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ ഒരു വിഹിതം, അതായത് 4/1 വിഹിതം ലഭിക്കുന്നതിന് വേണ്ടി 20 കോടി രൂപ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ തെളിവ് സഹിതമാണ് ഈ സംഘം, അതായത് ഷാഫി ഇപ്പോൾ അജ്ഞാത കേന്ദ്രത്തിലാണ്, ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ അജ്ഞാത കേന്ദ്രത്തിലാണ്. അവിടെ നിന്ന് പകർത്തിയ ഷാഫിയുടെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ ന്യൂസ് 18 ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നത്. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ, ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ വീഡിയോ സന്ദേശത്തിന്റെ ഉറവിടം, ആരാണ് ബന്ധപ്പെട്ടത്, ആരാണ് ഈ വീഡിയോ സന്ദേശം അയച്ചതെന്ന് തുടങ്ങിയ വിവരങ്ങൾ അവർ തേടിയിട്ടുണ്ട്. കാരണം ഇതാണ് ഈ കേസിൽ, അതായത് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി 6 ദിവസമായിട്ടും ഒരു വിവരവും ലഭിക്കാതിരുന്ന അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഏറെ നിർണായകമാണ് ഈ വീഡിയോ സന്ദേശം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. ഷാഫി എന്തായാലും ഒരുപക്ഷെ കാസർഗോഡോ അതല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നും മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ ഷാഫിയെ കടത്തിയോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പക്ഷേ എവിടെയാണ് ഷാഫി എന്നോ, ആരാണ് കൊട്ടേഷൻ നൽകിയതോ എന്നോ, ആരാണ് എന്നെ ബന്ധപ്പെട്ടതെന്ന കാര്യങ്ങളൊന്നും അവർ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ വിദേശത്തു നിന്നുള്ളൊരു ഫോൺ നമ്പറിലൂടെയാണ് അവർ, അതായത് സൗദിയിൽ നിന്നുള്ള നമ്പറാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇനി അന്വേഷണ സംഘത്തിന് ഒരു പിടിവള്ളിയായിട്ടിരിക്കുന്നത് ഈ ഒരു വീഡിയോ സന്ദേശമാണ്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നീങ്ങുന്നത്. എന്തായാലും ഈ കേസിനെ ഒരു രാജ്യാന്തര മാനം കൂടിയുണ്ട്. സൗദിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 325 കിലോ സ്വർണ്ണമായതുകൊണ്ട് തന്നെ അതും സൗദി രാജകുടുംബത്തിന്റെ സ്വർണ്ണമെന്ന് അവർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സൗദി പോലീസ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ ഈ ഷാഫിയുടെ കൂട്ടാളികളെ സൗദിയിലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 5 വർഷം മുമ്പ് 2017 ഈ സ്വർണം കടത്തിക്കൊണ്ടുവന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഷാഫി ഇതിന്റെ വിഹിതം മറ്റാർക്കും കൊടുക്കാത്തതാണ് ഇപ്പോഴത്തെ ഈ തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചതും. രേണുക, തീർച്ചയായും എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് ഇതിന് പിന്നിൽ. അത് മോഷ്ടിച്ച സ്വർണം, അതിന്റെ പങ്ക് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്ന് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. ടോമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം കുനിയിൽ ഇരട്ടക്കൊലക്കേസിൽ 12 പ്രതികൾ കുറ്റക്കാർ. ശിക്ഷാവിധിയിൽ 19 വാദം കേൾക്കും. CV അനുമോദുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, 2 പേരെ, സഹോദരങ്ങളെ കൊലപ്പെടുത്തിയ കേസിലാണ് 12 പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? രേണുക, 10 വർഷത്തിനു ശേഷമാണ് ഈ കേസിൽ ഇപ്പോൾ വിധി പറയുന്നത്. 2012 ജൂൺ 10 കേസിനാസ്പദമായ സംഭവം. കുനിയിൽ സഹോദരങ്ങളായ അബൂബക്കർ, അബ്ദുൽ കലാം ആസാദ് എന്നിവരെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഇത് മറ്റൊരു കൊലപാതകത്തിൻ്റെ തുടർച്ചയായിരുന്നു. അത്തീഖ് റഹ്മാന്റെ കൊലപാതകത്തിന് പകരം എന്ന രീതിയിൽ, പ്രതികാരം എന്ന രീതിയിലാണ് ഈ കൊലപാതകം നടന്നത്. ഈ കേസിൽ 22 പേരാണ് ആകെ പ്രതികളായിട്ടുള്ളത്. ഇതിൽ 21 പേരുടെ വാദം അല്ലെങ്കിൽ അവരുടെ വിചാരണയാണ് പൂർത്തിയാക്കിയത്. ആ വിചാരണയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസിലെ 1 മുതൽ 11 വരെയുള്ള പ്രതികളും 18-ാം പ്രതിയും കുറ്റക്കാരനാണെന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മറ്റുള്ളവരെ കോടതി വെറുതെ വിട്ടു. ഇവർക്കുള്ള ശിക്ഷ വിധി 19-നാണ് അതിൽ വാദം തുടങ്ങുന്നത്. 19-നായിരിക്കും വിധി പറയുകയുണ്ടാവുക. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നടപടിക്രമങ്ങളായിരുന്നു ഈ കേസിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നടന്നത്. 2018 വിചാരണ തുടങ്ങിയെങ്കിലും കോവിഡ് മറ്റു കാരണങ്ങളും കൊണ്ട് വിചാരണ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 275 സാക്ഷികളെയാണ് ഈ കേസിൽ വിസ്തരിച്ചത്. 5500-ലേറെ രേഖകളും അതുപോലെ തന്നെ മറ്റ് തൊണ്ടുമുതലുകളും തുടങ്ങി വലിയ ഒരു പ്രൊസീജിയറായിരുന്നു കോടതി ഈ കേസിൻ്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കിയത്. അതിനൊടുവിൽ ഈ വിചാരണ നടത്തിയ ജഡ്ജി സ്ഥലം മാറിപ്പോകുന്നൊരു സാഹചര്യം. രണ്ടാമതൊരു ജഡ്ജി വന്നിട്ട് അതിനെതിരെ, ഈ ജഡ്ജിക്കെതിരെ പ്രതിഭാഗത്തിൻ്റെ ബന്ധുക്കൾ
അപ്പീൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി പ്രൊസീജിയേഴ്സും നിരവധി ദൈർഘ്യമേറിയ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ 11 വർഷത്തിന് ശേഷം ഈ കേസിൽ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ 1 മുതൽ 11 വരെയുള്ള പ്രതികൾക്കാണ് ശിക്ഷ. കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇവർക്കുള്ള ശിക്ഷ 19-നാണ് വിധിക്കുക. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നാടിന് നടുക്കിയ ഇരട്ട കൊലപാതകത്തിലാണ് 12 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ 19-ന് വിധിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം. താമരശ്ശേരിയിൽ നിന്നും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ ആ ഷാഫി എവിടെ എന്നുള്ളതിന് ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നു. ഒരു അജ്ഞാത സ്ഥലത്ത് അയാൾ ഉണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷാഫി ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ടോം കുര്യാക്കോസ് ആണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ടോം, ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ചും എല്ലാവരും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ഷാഫി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ. ഷാഫി പറയുന്ന ചില കാര്യങ്ങൾ, 325 കിലോ സ്വർണം കടത്തി എന്നുള്ളത്, ഇത് ചില സൂചനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലുകളെല്ലാം. ആ മോഷണം നടത്തിയ ശേഷമാണ് ഇയാൾ നാട്ടിലേക്ക് എത്തിയത്. ഒരു സ്വർണ്ണക്കടത്ത് ബന്ധം ഇതിന് പിന്നിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ ഷാഫിയുടെ വീഡിയോ? എന്തോ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും പ്രവാസിയായ ഷാഫി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഒരാഴ്ചയാകാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസ് 18 ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. കാരണം ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ 6 ദിവസമായിട്ടും യാതൊരു സൂചനയുമില്ല. ഷാഫി എവിടെയെന്ന വിവരമില്ല. ഷാഫിയെ പോയത് ആരാണ് എന്ന് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇതുവരെയും ലഭിച്ചിരുന്നില്ല. അന്വേഷണ സംഘത്തിന് പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ അതിന്റെ സൂചനകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കൃത്യമായ വിവരങ്ങൾ, അതായത് ഷാഫി തട്ടിക്കൊണ്ടുപോയ ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു അജ്ഞാത കേന്ദ്രത്തിലുണ്ട് എന്ന വിവരം, അവിടെ നിന്ന് അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള ഷാഫിയുടെ വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോ സന്ദേശത്തിൽ ഷാഫി കൃത്യമായി പറയുന്നുണ്ട്, സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം താനും തന്റെ സഹോദരനും ഉൾപ്പെടുന്ന സംഘം അവിടെ നിന്നും കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. ഇത് വിട്ടുകിട്ടാൻ, ഇതിന്റെ വിഹിതം കിട്ടുന്നതിന് വേണ്ടിയാണ് തന്നെ ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. അതായത് കൊട്ടേഷൻ സംഘമാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വ്യക്തമായ വിവരമാണിത്. അതായത് ഈ കൊട്ടേഷൻ സംഘം, ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെയാണ് നമുക്ക് ഈ വീഡിയോ സന്ദേശം അയച്ചു തന്നത്. അജ്ഞാതഗന്ധത്തിൽ അവരുടെ സങ്കേതത്തിലാണ് ഷാഫി ഇപ്പോൾ ഉള്ളത്. അതായത് പല ആശങ്കകൾ ഉണ്ടായിരുന്നു. ഷാഫി ഇപ്പോൾ എവിടെയെന്ന് സംബന്ധിച്ച് കുടുംബം ഉൾപ്പെടെ വലിയ ആശങ്കയിലായിരുന്നു. ഷാഫിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ആക്ഷൻ കമ്മിറ്റി തന്നെ ആ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരുന്നു. അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെ അന്വേഷണത്തിന്റെ പുരോഗതി, അത് മന്ദഗതിയിലാണ് അന്വേഷണം എന്ന് ആരോപിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ വലിയൊരു പ്രതിഷേധം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും ഷാഫിയുടെ വീഡിയോ സന്ദേശം ഇപ്പോൾ ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ സൗദി രാജകുടുംബത്തിന്റെ നിന്ന് പറയുന്ന 325 കിലോ, ഏകദേശം 80 കോടി രൂപ വിലമതിക്കുന്ന, ഷാഫി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്, 80 കോടി രൂപ വിലമതിക്കുന്ന സ്വർണമാണ് താനും സഹോദരനും ഉൾപ്പെടുന്ന സംഘം തട്ടിക്കൊണ്ടുവന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതാനും ആളുകളെ സൗദി പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ സൗദി പോലീസ് നടത്തുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട സൗദി രാജകുടുംബത്തിന്റെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് താമരശ്ശേരിയിലെ പ്രവാസിയായിട്ടുള്ള ഷാഫി എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നെ സംബന്ധിച്ചുള്ള സൂചനകൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷേ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോഴും സൂചനകളില്ല. എന്തായാലും കൊട്ടേഷൻ സംഘമാണ് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ വീഡിയോ സന്ദേശത്തിൽ ഷാഫി തന്നെ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തിയിട്ട് കാര്യമില്ല, കാരണം താൻ ഈ സ്വർണത്തിന്റെ വിഹിതം ഇവർക്ക് കൊടുത്താൽ മാത്രമേ തന്നെ മോചിപ്പിക്കൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഷാഫി ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കാരണം നേരത്തെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ കേരളത്തിൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് കാസർഗോഡ് സിദ്ദിഖ് എന്ന യുവാവിനെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. അത്തരം പല ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ
വാർത്തകൾ തുടരുന്നു. +2 കോഴക്കേസിൽ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്ക് ആശ്വാസം. കേസിലെ FIR ഹൈക്കോടതി റദ്ദാക്കി. കണ്ണൂർ അഴീക്കോട്ടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ബാച്ച് അനുവദിക്കാൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു KM ഷാജിക്കെതിരെയുള്ള പരാതി. ഈ പരാതിയിൽ 3 വർഷം മുൻപ് 2020 വിജിലൻസ് KM ഷാജിക്കെതിരെ കേസെടുത്തത്. ഈ കേസിൽ EDയുടെ തുടർ നടപടികളും ഹൈക്കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് തിരിച്ചടി. ശ്രീറാമിനെതിരെ നരഹത്യാ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവ്. നരഹത്യാ കുറ്റം ഒഴിവാക്കിയ സെഷൻസ് കോടതി നടപടിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. 2ാം പ്രതി വഫ ഫിറോസിനെ കേസിൽ നിന്നും ഒഴിവാക്കി. നരേന്ദ്രമോദി മികച്ച നേതാവെന്ന് പറഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ പിന്തുണച്ച സിറോ മലബാർ സഭ അൽമായ ഫോറം. പുതുതലമുറയ്ക്ക് പ്രചോദനവും പ്രത്യാശയും നൽകുന്ന നേതാവാണ് നരേന്ദ്രമോദിയെന്ന് സഭ അൽമായ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പറഞ്ഞു. ക്രൈസ്തവർക്ക് കേരളത്തിൽ വലിയ അവഗണനയാണെന്നും സത്യദീപത്തിലെ ലേഖനത്തെ പുച്ഛിച്ചു തള്ളുന്നുവെന്നും അൽമായ സെക്രട്ടറി പ്രതികരിച്ചു. ക്രൈസ്തവരെ സംബന്ധിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളെ, അവരുടെ പുരോഗതിയെ വളർത്തുന്ന ഏതെങ്കിലും ഒരു നേതാവ് മുൻപോട്ട് വന്നാൽ തീർച്ചയായിട്ടും ആ നേതാക്കളെ പിന്തുണയ്ക്കാനായിട്ട് ക്രൈസ്തവർക്ക് യാതൊരു മടിയുമില്ല. തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് BJP സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സന്ദർശിച്ചു. പ്ലാന്റിലെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ച പ്രകാശ് ജാവ്ദേക്കർ ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണത്തിന് വേണ്ട ക്രമീകരണങ്ങളില്ലെന്ന് വിലയിരുത്തി. മാലിന്യം വേർതിരിക്കുന്ന നടപടികളൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇത്രയും വിവാദമുണ്ടായിട്ടും ബ്രഹ്മപുരത്ത് ഒരു മാറ്റവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്നും ജാവ്ദേക്കർ പറഞ്ഞു. അഞ്ചാമത് പ്രേം നസീർ സുഹൃത്ത് സമിതി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച വീഡിയോ എഡിറ്റർക്കുള്ള പുരസ്കാരം ന്യൂസ് 18 കേരള സീനിയർ വീഡിയോ എഡിറ്റർ മനീഷ് മോഹൻ BMന് ലഭിച്ചു. പ്രേം നസീറിന്റെ 97ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്തയിൽ ഇന്ന് കാണാം അല്പസമയത്തിനകം.